നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മെയ് മാസത്തിലായിരിക്കും ആന്ധ്രാപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മമ്മൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അതിശയം ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ആന്ധ്രാപ്രദേശിൽ മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തുല്യമായ ഒരു സ്ഥാനം കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതലേ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ, ഞാൻ അതിലേക്ക് വരാം. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് പരിശോധിക്കുകയാണ് നമ്മൾ. 2019 ഫെബ്രുവരി 8 ആന്ധ്രയിൽ ഒരു വലിയ സിനിമ റിലീസ് ചെയ്തു. യാത്ര സിനിമയുടെ പേര്. നായകൻ മമ്മൂട്ടി. അതായത് 2019 ഫെബ്രുവരി 8 യാത്ര ജഗൻമോഹൻ റെഡ്ഡി എന്ന പിന്നീട് അവിടെ മുഖ്യമന്ത്രിയായ നമ്മുടെ YS രാജശേഖർ റെഡ്ഡിയുടെ മകന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ഉള്ള ഒരു മണ്ണൊരുക്കലായിരുന്നു. YS രാജശേഖർ റെഡ്ഡി എന്ന ആന്ധ്രയുടെ മണ്ണറിഞ്ഞ കോൺഗ്രസ് നേതാവ് നമുക്കൊക്കെ അറിയാം. ആ YS രാജശേഖർ റെഡ്ഡിയുടെ ഭൂതകാലത്തിലേക്ക് നമുക്കറിയാവുന്ന ചരിത്ര സന്ദർഭത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശലായിരുന്നു യാത്ര എന്ന് പറയുന്ന സിനിമ. പലരും പലതും മറന്നിരുന്നു. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യാത്ര ഇങ്ങനെ മുന്നിലേക്ക് വരികയായിരുന്നു ആ സിനിമ. അതിന് മുന്നോടിയായി ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര മുഴുവൻ സഞ്ചരിച്ചു. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നീണ്ടകാലം അനുഭവിച്ചതിന് സമാനമായ ദുരിത അനുഭവം കുറച്ചു കാലം ജഗൻമോഹൻ റെഡ്ഡി അനുഭവിച്ചു. തീരെ സ്വീകാര്യതയില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചു. അതിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു യാത്ര എന്ന സിനിമയും അതിന് മുന്നോടിയായി അച്ഛൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡി ആ നാട് നീളെ നടന്ന് മുന്നേറിയ കാലവും. അങ്ങനെയാണ് യാത്രയും പുറത്തിറങ്ങുന്നത്. ഫെബ്രുവരി 8, 2019. ഈ തീയതിക്കും ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ യാത്ര എന്ന സിനിമ മമ്മൂട്ടിയെ നായകനാക്കി YS രാജശേഖർ റെഡ്ഡിയുടെ ഓർമ്മകളിലേക്ക് പോയ ഒരു സിനിമയായിരുന്നു. ആ സിനിമ ഇറങ്ങി 2019 ഏപ്രിൽ മെയ് മാസങ്ങളിലാണല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടായി. 175 സീറ്റിൽ 151 സീറ്റ് നേടി YSR കോൺഗ്രസ് ആന്ധ്രയിൽ അധികാരത്തിലേറി. 2019 മെയ് 30 ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി. അപ്പോൾ കാര്യം അത്ര സിമ്പിളല്ല. പറഞ്ഞത് അങ്ങനെ തമാശയെ തള്ളേണ്ടതല്ല എന്ന് മനസ്സിലായില്ലേ. ഒരു സിനിമയ്ക്ക് ആന്ധ്രയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മുടെ കേരളം പോലെയല്ല. അതിനുള്ള പവർ യാത്ര എന്ന സിനിമയ്ക്കുണ്ടായിരുന്നു. മമ്മൂട്ടിയാണ് യാത്രയിലെ YS രാജശേഖര റെഡ്ഡി. 2019 ഫെബ്രുവരി 8 കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഫെബ്രുവരി 8 വരാൻ പോവുകയാണ്. ഫെബ്രുവരി 8 വീണ്ടും ഒരു സിനിമ വരികയാണ്. യാത്ര 2. യാത്ര 2ലും മമ്മൂട്ടിയാണ് നായകൻ എന്നാണ് പോസ്റ്ററൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ജീവ എന്ന യുവനടനും അദ്ദേഹത്തിൻ്റെ മകനായി ഏകദേശം ജഗൻമോഹൻ റെഡ്ഡിയുടെ രൂപസാദൃശ്യമുള്ള ജീവ അഭിനയിക്കുകയാണ്. അച്ഛനും മകനും കൂടി. കഴിഞ്ഞ സിനിമയിൽ യാത്ര 1 മകന് അങ്ങനെ റോളൊന്നുമില്ല. ഫുൾ അച്ഛൻ്റെ ആ യാത്രയായിരുന്നു. ആന്ധ്രയുടെ മണ്ണറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു യാത്രയായിരുന്നു ആ സിനിമയിൽ. ഈ യാത്ര 2 എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ആ സിനിമ ഏതായാലും വരാൻ പോവുകയാണ്. അതിൽ മമ്മൂട്ടിയാണ് നായകൻ. ഈ ഘട്ടത്തിലാണ് ആന്ധ്രയിലെ രാഷ്ട്രീയം തിളച്ചുമറിയുന്നത്. ഒരുപക്ഷെ ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി എതിരാളിയില്ലാത്ത പോരാളി എന്ന നിലയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ഇരുന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് 5 വർഷം തികയ്ക്കുന്നത്. ഈ തികയ്ക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഒരു ഫെബ്രുവരി 8 വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം, വീണ്ടും യാത്രയുടെ 2ാം ഭാഗം ഇറങ്ങുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ വീണ്ടും ആന്ധ്രാപ്രദേശിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂമികയാണ് എന്ന് നമുക്കറിയാം. അവിടെ പുതിയ തരംഗമുണ്ടാക്കാൻ കോൺഗ്രസും ശ്രമിക്കുകയാണ്. തൊട്ടടുത്തുള്ള പഴയ ആന്ധ്രാപ്രദേശായിരുന്ന തെലങ്കാനയിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആശ്വാസമായ ഏക സംസ്ഥാനം. തെലങ്കാനയിൽ നടത്തിയ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചത് രേവന്ത് റെഡ്ഡി എന്ന പുതിയ ഒരു നേതാവായിരുന്നു. പണ്ട് BJPയിലൊക്കെ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അദ്ദേഹം പല ഘട്ടങ്ങൾ കടന്ന് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നുള്ളതിലുപരി കോൺഗ്രസിൻ്റെ ഒരുമയിലേക്ക്, ഭൂതകാലത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ രൂപകത്തിലേക്ക് തിരിച്ചു പോകാൻ ആ നാട് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആന്ധ്രയിലും അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുക്കാനുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതിൻ്റെ ഭാഗമായി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YSR കോൺഗ്രസിൻ്റെ ആദ്യത്തെ കൺവീനർ കൂടിയായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ സ്വന്തം സഹോദരിയെ രംഗത്തിറക്കി പോരാടാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. YS ഷർമിളയെ PCC അധ്യക്ഷയാക്കി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലെവലിൽ അവതരിപ്പിച്ച് YS രാജശേഖർ റെഡ്ഡിക്ക് അനുകൂലമായി അവിടെയുള്ള വികാരത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള, ഒരുപക്ഷെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഭൂതകാലത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ സേവനങ്ങളെ പാർട്ടിയുടേതാക്കി മാറ്റാനുള്ള ഒരു നീക്കം.
ഈ സാഹചര്യം ജഗൻമോഹൻ റെഡ്ഡി എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ YSRന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ കരുത്തിൽ ഒരു പാർട്ടി കെട്ടിപ്പടുത്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ കൺവീനറായി സ്ഥാനത്തിരുന്ന ആളാണ് ഷർമിള. പിന്നീട് സഹോദരൻ ജയിലിലായിരുന്ന കാലത്ത് ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചു. പക്ഷേ സഹോദരൻ പിന്നീട് പുറത്തു വരികയും പാർട്ടിയെ സജീവമായി നയിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് ജഗൻമോഹൻ റെഡ്ഡി തീരുമാനിക്കുകയും ഷർമിളയും വീട്ടിലെ മറ്റ് അംഗങ്ങളുമെല്ലാം മൗനത്തിലേക്ക് സ്വയം പിൻവലിയുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഏറെക്കാലം അങ്ങനെ മുന്നോട്ട് പോയില്ല. അവർ ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് പ്രവർത്തന രംഗം മാറ്റുക പോലും ചെയ്തു, നേരിട്ട് സഹോദരനുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ. എന്നാൽ അത്തരം സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സാധ്യമല്ലാത്തതുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെ നേരിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഷർമിളയും എത്തുകയായിരുന്നു. ഒടുവിൽ അവർ ആ തീരുമാനം കൈക്കൊണ്ട് നടപ്പാക്കാൻ പോവുകയാണ്. ജഗൻമോഹൻ റെഡ്ഡിയെ നേരിടുക എന്നുള്ളത് യഥാർത്ഥ ശത്രുവായി, യഥാർത്ഥ എതിരാളിയായി മുന്നിൽ നിൽക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന നേതാവ്, പാർട്ടി എന്ന നിലയിൽ ജഗൻമോഹൻ റെഡ്ഡിക്കും YSR കോൺഗ്രസിനും ആ തരത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 40 MLA-മാരെ അവരുടെ സീറ്റ് ഒഴിവാക്കി പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കും എന്ന് നേരത്തെ തന്നെ ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചത്. ഇതിൽ അസ്വസ്ഥരാണ് YSR കോൺഗ്രസിലെ പല നേതാക്കളും, പല MLA-മാരും. ഇവർ വീണ്ടും രാഷ്ട്രീയത്തിൽ തീരം തേടി നടക്കുന്ന സാഹചര്യമുണ്ടാവും. ആ ഘട്ടത്തിൽ ഷർമിളയുടെ സാന്നിധ്യം കോൺഗ്രസിനും ഗുണം ചെയ്യും. നിരവധി നേതാക്കളെ, ജഗൻമോഹൻ റെഡ്ഡിക്കൊപ്പമുള്ള നേതാക്കളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ കഴിയും എന്നാണ് ഷർമിളയെ മുൻനിർത്തിയുള്ള നീക്കത്തിൽ നേതൃത്വം കരുതുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഒരുപക്ഷെ തെലങ്കാനയ്ക്ക് സമാനമായ നിലയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് അരങ്ങൊരുക്കാൻ ആന്ധ്രാപ്രദേശിൽ സാഹചര്യം ഒരുങ്ങും എന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സഹോദരൻ സഹോദരി പോരാട്ടം നിർണായകമായ ഒരു ചരിത്ര സന്ദർഭമാകും എന്നും നമുക്ക് പറയാം. ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായി മാറിയിരുന്ന YSR കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ YS രാജശേഖർ റെഡ്ഡി വികാരം ഇനി ഷർമിളയ്ക്ക് അനുകൂലമാകുമോ എന്നുള്ള ആലോചന പലയിടത്തും ഉണ്ട്. പ്രധാനമായ കാര്യം അതിൽ അടിസ്ഥാനമായി നിൽക്കുന്നത് ഷർമിള ഇത്രയും കാലം ജഗൻമോഹൻ റെഡ്ഡിയെ വേദനിപ്പിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ രാജശേഖർ റെഡ്ഡിയുടെ ഓർമ്മകൾക്ക് പോറലേൽക്കരുതെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിനും അങ്ങനെ ഒരു അനുകൂലമായ നിലപാടെടുക്കാൻ കാരണമായതും ഷർമിളയ്ക്ക് അനുകൂലമായി അങ്ങനെയൊരു ജനവികാരം വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത കൊണ്ടാണ്. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി തൻ്റെ ഒപ്പം നിർത്തിയിരിക്കുന്ന സംസ്ഥാനമാണ്. ആണികളെ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായി നിൽക്കുന്ന ജനവിഭാഗത്തെ കോൺഗ്രസ് എങ്ങനെയാണ് അടർത്തി കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലാകെ പല സംസ്ഥാനത്തും BJP അനുകൂല വികാരം വലിയ തോതിൽ ആഞ്ഞടിച്ചപ്പോഴും ആന്ധ്രാപ്രദേശിൽ അത്തരത്തിലൊരു വികാരത്തിന് സ്കോപ്പില്ലാതെ പോയത്, കോൺഗ്രസിൻ്റെ തകർച്ചയുണ്ടായിട്ട് പോലും സ്കോപ്പില്ലാതെ പോയത് അവിടുത്തെ ജനാധിപത്യ പാർട്ടികളുടെ സമീപനം കൊണ്ട് കൂടിയാണ്. ഈ തരത്തിൽ രാഷ്ട്രീയമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനത്ത് ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്ന് അത് കോൺഗ്രസിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട്. കാരണം അവിടെ ഇത്തരമൊരു വികാരം, ഒരുപക്ഷെ ശ്രീരാമക്ഷേത്രം, BJP മുന്നോട്ട് വെക്കുന്ന മതവർഗീയ കാർഡുകൾ, അതിനൊന്നും സാധ്യതയില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്ന് ജഗൻമോഹൻ റെഡ്ഡിയിലുള്ള വോട്ട് ബാങ്കിനെ കോൺഗ്രസിലേക്ക് മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഘട്ടത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള, ഒരുപക്ഷെ മുമ്പൊന്നും ഇല്ലാത്ത വിധമുള്ള ഒരു എതിർ ചേരി രൂപപ്പെടുകയും അതിൻ്റെ നേതൃത്വത്തിൽ തൻ്റെ സഹോദരി തന്നെ വരികയും ചെയ്യുന്ന പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ യാത്ര 2 ഫെബ്രുവരി 8 അടുത്ത മാസം അവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. 2019 ഫെബ്രുവരി 8 പുറത്തിറങ്ങിയ യാത്ര 1 എങ്ങനെയാണ് ആന്ധ്രയിലെ ജനങ്ങളുടെ മുമ്പിൽ അവിടുത്തെ രാഷ്ട്രീയ മണ്ണ് ഇളക്കി മറിച്ചത്, അതിന് സമാനമായ നിലയിൽ അടുത്ത മാസം ഫെബ്രുവരി 8 പുറത്തിറങ്ങുന്ന യാത്ര 2 അവിടെ മണ്ണിളക്കി മറിക്കും എന്നുള്ള പ്രതീക്ഷ ജഗൻമോഹൻ റെഡ്ഡിക്കുമുണ്ട്. ആ അർത്ഥത്തിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജഗൻമോഹൻ റെഡ്ഡി നിൽക്കുമ്പോൾ തന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വോട്ട് ബാങ്കിനെ ഇളക്കി വിടുന്ന ഒരു കാരണമായി മമ്മൂട്ടിയുടെ ഈ ചിത്രം മാറും. ആ അർത്ഥത്തിൽ മമ്മൂട്ടി അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുമോ എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിച്ചത് പ്രസക്തമാകും. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യം ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയത്തിൽ മറ്റൊരു അധ്യായമായി മാറുന്നത്. ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ സിനിമാ മേഖലയിൽ വലിയ സ്വാധീനം ഉൾപ്പെടുന്ന, കേരളത്തിൽ അല്ലെങ്കിലും മറ്റ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സിനിമാ താരങ്ങൾക്കും സിനിമയ്ക്കും വലിയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ സ്വാധീനമുണ്ടെങ്കിലും രാഷ്ട്രീയമായി സ്വാധീനിക്കുന്നതിന് പരിമിതിയുണ്ട്. പണ്ട് KPSCയുടെ നാടകങ്ങളൊക്കെ സ്വാധീനിച്ച കാലം നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും സിനിമയ്ക്ക് ആ മേധാവിത്വത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മേധാശക്തിയായി മാറാൻ
രാഷ്ട്രീയത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി മാറാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും കേരളത്തിൽ നിന്നുള്ളൊരു നടൻ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ അർത്ഥത്തിൽ ആന്ധ്രാപ്രദേശിൽ യാത്ര 2 ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്കുള്ള പ്രാധാന്യത്തെ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമാകുമ്പോൾ അത്തരത്തിലുള്ള ദേശീയ ശ്രദ്ധ തന്നെ ലഭിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടുകൂടി മമ്മൂട്ടിയുടെ സാന്നിധ്യം കേരളീയരായ നമുക്കും ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. യാത്ര 2വിൻ്റെ മറ്റു വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിലേ പുറത്തു വരൂ. യാത്ര 1-ൽ നേരിട്ട് നേരത്തെ പറഞ്ഞ പോലെ രാജശേഖർ റെഡ്ഡിയുടെ യാത്രയുടെ കഥയായിരുന്നെങ്കിൽ ഈ 2-ൽ ജീവ അവതരിപ്പിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡി എന്ന കഥാപാത്രത്തെ കൂടി പൊലിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഒപ്പം അച്ഛൻ കഥാപാത്രമായി മമ്മൂട്ടിയും രാജശേഖർ റെഡ്ഡിയുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നാണ് അതിൻ്റെ പോസ്റ്ററുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് എന്ന് കണ്ടറിയാം. യാത്ര 2 വെറും ഒരു സിനിമയല്ല, വെറും ഒരു നേരം പോക്കല്ല എന്ന് മാത്രം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.